അന്ന് അവിചാരിതമായിട്ട് ചൊല്ലിയതല്ലേ അല്ലേ? എനിക്ക് തോന്നുന്നു വിഷ്ണു ഭക്തന്മാരില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്തോത്രമാണ്, ശ്ലോകമാണ് മുകുന്ദമാല. പണ്ടൊക്കെ പലരും കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു, പിന്നെന്തോ നിന്നുപോയതാ. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നു മുകുന്ദമാലയാണ് ഫേമസ് ആയിട്ട് എല്ലാരും ചൊല്ലിക്കൊണ്ടിരുന്നതെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഇപ്പൊ ആരും അധികം പറഞ്ഞു കേൾക്കാറില്ല മുകുന്ദമാല. അത് ആരാ എഴുതിയെന്നറിയോ മുകുന്ദമാല? ആഴ്വാരാണ്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞപ്പോ തന്നെ എന്താ അദ്ദേഹത്തിന്റെ പേര്? ഗുരുവായൂര് പരമേശ്വരന് ഷഠേന്ന് പറഞ്ഞ് കിട്ടി. കാരണം ആ കാലത്തൊക്കെയുള്ള എല്ലാവരും കുലശേഖര ആഴ്വാറുടെ കൃതി എന്ന് പറഞ്ഞ് തന്നെ പഠിച്ച് വെച്ചിരുന്നതാണ്. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, പിന്നെ അറിയാതെ അവിടെ വന്നു പോയതാ. അത് നല്ല സമയത്താ വന്നത്. ഇപ്പൊ സംസ്കൃത ഭാഷയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് തരത്തിലുള്ള ഈ സംസ്കൃതത്തിലുള്ള പഴയ ഗ്രന്ഥങ്ങൾക്ക് വ്യത്യസ്ത പാഠഭേദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് കാശ്മീരിയും ഒന്ന് കേരളവും. അതില് ചെറിയ ചെറിയ നമ്പർ വ്യത്യാസവും ശ്ലോകങ്ങളുടെ എണ്ണം വ്യത്യാസമൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ചൊല്ലിയത് മുകുന്ദമാലയില് 34ാമത്തെ കണ്ടാണെന്നാണ് അല്ലേ? നമ്പർ അറിയോ? നമ്പർ അറിയില്ല. മുകുന്ദമാല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു 34ാന്നാണ്. ഒന്ന് ചൊല്ലാമോ? ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദീവ മേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാതപിത്തൈ കണ്ഠാവരോധന വിധൗ ശരണം കുതസ്തേ. ഈ ഭക്തന് പ്രായം കൂടുമ്പോ, അസുഖം വരുമ്പോ കണ്ഠാവരോധന വിധവും എനിക്ക് ഇതേപോലെ ചൊല്ലാൻ പറ്റാതിരുന്നാൽ, ഭഗവാനെ സ്തുതിക്കാൻ പറ്റാതിരുന്നാൽ അത് ഇപ്പൊ ചൊല്ലുന്നത് അഡ്വാൻസ് ആയിട്ട് എടുക്കണേ ഭഗവാനെ എന്നാണ്. എന്റെ ക്രെഡിറ്റിൽ അത് ഇട്ടാ മതി. എനിക്ക് വയസ്സാകുമ്പോ ചിലപ്പോ ഇതൊന്നും ചെല്ലാൻ പറ്റില്ല, അപ്പൊ ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് ധരിക്കരുത് എന്നാണ്. ഇത് അതിനു മുമ്പുള്ള ചില ശ്ലോകങ്ങളുണ്ട്. അതില് ഭഗവാന്റെ ഓരോ കീർത്തനവും ഓരോ ശ്ലോകവും കഷായം പോലെ കരുതണം, ദിവ്യ ഔഷധം കുടിക്കുന്നത് പോലെയാണ്. എനിക്ക് അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംസാര ഭയത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. ഈ ആ അവസ്ഥയിൽ നിന്നും എന്നിട്ടും ഭഗവാന് ഇങ്ങനെയൊക്കെ ചൊല്ലുമ്പോ അസുഖം വരില്ല എന്നൊക്കെയാണല്ലോ നമ്മുടെ ധാരണ. എന്നിട്ടും വലിയ ഒരു ഉറപ്പൊന്നുമില്ല, വന്നാലോ എന്നുള്ളൊരു ഭയം. ഇത് വലിയ വ്യാമോഹമാണ് എന്നാണ്. അതിനു മുമ്പുള്ള ശ്ലോകങ്ങളൊക്കെ വ്യാമോഹ പ്രശമൌഷധം എന്നാണ്. വ്യാമോഹം കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ നമ്മളൊന്നും മുനിമനോവൃത്തിയുള്ള ആൾക്കാരല്ലല്ലോ. വന്നത് വരുന്നത് വെച്ച് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഈ ആ അവസ്ഥയില് വരുന്നത് വരട്ടെ എന്നൊക്കെ കരുതാൻ സാധിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഭയമുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാപ്തിയൊക്കെ കിട്ടാനുള്ള ഔഷധം വേണം എന്നൊക്കെയാണ് ആ ശ്ലോകങ്ങളിലൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്നിട്ടും എനിക്ക് അസുഖം വന്നാൽ ഈ ചൊല്ലുന്നതൊക്കെ അഡ്വാൻസ് ആയിട്ട് എടുക്കണേ എന്നുള്ളതാണ്. എന്ത് രസകരമായ ഒരു തോന്നലാന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അല്ലേ, ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ ലൈൻ എന്താണ്? ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം. അപ്പോ ഭഗവാൻ എന്ന് പറയുന്ന
വിഷ്ണുവിനെ നമ്മൾ കാണുന്നത് ഏതവസ്ഥയിലാണ്? ദ്വിതീയ, അങ്ങയുടെ പദപങ്കജം, പങ്കജം പോലെയുള്ള താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ്. പഞ്ചരന്തം, അവിടെ ആ സംരക്ഷണത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെയും ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ളൊരവസ്ഥയാണ്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവിടെയൊക്കെയാണല്ലോ നിൽക്കുക. നമ്മളൊരു മോഹാണത്. അതാണ് ഈ വ്യാമോഹം എന്ന് പറയുന്നത്. പിന്നെ അദ്വൈവ വിശതു മാനസ രാജഹംസ. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ എവിടെ പോണം എനിക്ക്? ആ മാനസ രാജഹംസം, മനസ്സാകുന്ന രാജഹംസം. രാജഹംസത്തിന്റെ ഗുണം എന്താ വെച്ചാൽ, ഈ പരമഹംസർ എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഏറ്റവും ലൈറ്റസ്റ്റ് ഓഫ് ദ ലൈറ്റസ്റ്റ് ആണ് മനസ്സ്. മനസ്സിന് വെയിറ്റ് ഇല്ലല്ലോ, എവിടെ വേണമെങ്കിലും പറന്നു പോകാൻ പറ്റും. അപ്പൊ എവിടെ പ്രവേശിക്കാൻ പറ്റും? എവിടെ വേണമെങ്കിലും പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ വിചാരിക്കുന്നിടത്ത് വിചാരിച്ച സമയത്ത് പോകാൻ പറ്റുന്നതാണ് മനസ്സ്. അതുകൊണ്ട് ആ അവസ്ഥയിൽ മനസ്സാകുന്ന ആ രാജഹംസത്തില്, തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ രാജഹംസം എന്ത് ചെയ്യണം? എന്റെ ചിന്തകള് അവിടത്തേക്കൊക്കെ പോവാണ്. ഏതവസ്ഥയിലേക്ക് പോവാണ്? കുറെ കാലം കഴിഞ്ഞാൽ എന്താവുന്നു പോവാണ്, ഭഗവാന്റെ അടുത്തേക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോവാണ്. അത് സാധിക്കില്ലയോ എന്നുള്ള സ്ഥലത്തേക്കും എന്റെ മനസ്സ് പോവാണ്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ. പൂർണ്ണമായിട്ടും ഭഗവാന്റെ അടുത്ത് ഇപ്പൊ തന്നെ പോവും എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നാളെ പ്രായം കൂടുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ വിചാരിക്കാനും വയ്യ. മനസ്സ് അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. അസുഖം വന്നാലോ, ഇപ്പൊ തന്നെ ചത്തുപോയാലോ, അവിടത്തേക്ക് എത്താൻ പറ്റാണ്ടായാലോ, എല്ലാം തോന്നുന്നുണ്ട് എനിക്ക്. പ്രാണപ്രയാസ സമയേ പ്രാണപ്രയാണ സമയേ കഫവാതപിത്തേ. 3 അസുഖങ്ങളാണല്ലോ ആയുർവേദത്തിൽ പറയാം. കഫം, വാതം, പിത്തം. ഇതിൽ ഏതെങ്കിലുമൊക്കെ പിടിപെടും, അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻസ്. അതാണ് എല്ലാ അസുഖങ്ങളുടെയും ലക്ഷണം. അപ്പോ പ്രാണൻ പ്രയാണ സമയേ, എന്റെ പ്രാണൻ വിട്ടുപോകുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഞാൻ മരിക്കാറാവുമ്പോ ഈ അസുഖങ്ങളൊക്കെ വന്ന് എവിടെ പെടുമ്പോ? അടുത്തല്ലേ, കണ്ഠാവരോധനവിധൗ, കണ്ഠത്തെ അവരോധനം ചെയ്യുകയാണ്, അടഞ്ഞു പോകും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്മരിക്കാൻ പറ്റും, പക്ഷെ പുറത്ത് വാക്കുകൾ വരില്ല. വരാതെ ഭഗവാൻ എങ്ങനെ അറിയാം? ഇയാൾക്കെന്നെ സംശയം. നമ്മൾ ഭഗവാനെ ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഭക്തന്മാർക്ക് എപ്പോഴും ധാരണയുണ്ടല്ലോ, അങ്ങനെ ഉറക്ക ചൊല്ലിയാലേ ഭഗവാൻ കേൾക്കുള്ളൂ. അതുകൊണ്ടല്ലേ മൈക്ക് സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പാടുന്നത്. ശരിക്കും ഭജനാണ് വേണ്ടത്. ഭജൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പാടുന്നതല്ല, എല്ലാരും ചേർന്ന് പാടുന്ന ഭജന സംഘം എന്നല്ലേ പറയാം. ഒറ്റയ്ക്കൊരു ഭജന ഇല്ലല്ലോ. ഇപ്പൊ നടക്കുന്നത് ഭജനയല്ല, എല്ലാവരും കൂടി ചൊല്ലുന്ന ഒരവസ്ഥയില്. അപ്പൊ ഞാൻ ചൊല്ലുന്നുണ്ടെന്ന് മറ്റേ കൂടി അറിയണമെങ്കിലോ കുറച്ച് ഉറക്ക ചൊല്ലണം. എന്റെ മനസ്സിൽ വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് ഇടപെടാൻ പറ്റില്ല. എന്റെ മനസ്സാകുന്ന രാജഹംസം, ആ രാജഹംസം മനസ്സാണ്. എവിടത്തേക്കാ പോകുന്നത്? അങ്ങയുടെ താമരപ്പാദങ്ങളാകുന്ന, അല്ലേ, ഹംസം പോകുന്നത് വെള്ളത്തിൽ താമരയുടെ അടുത്താണല്ലോ, അവിടത്തേക്ക് പോകുന്നത് പോലെ കാണണം. പക്ഷേ ഈ 3 അസുഖങ്ങൾ, വാതപിത്ത കഫം, എന്റെ തൊണ്ട എപ്പോഴെങ്കിലും അടയ്ക്കുകയാണെങ്കിൽ അങ്ങയുടെ നാമം ഉച്ചരിക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ്. കുതസ്ത്വ, എങ്ങനെയാണ് സാധിക്കുക എന്നാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നതൊക്കെ അങ്ങ് എടുത്തോളണം. എന്ത് രസകരമായിട്ടുള്ളൊരു ശ്ലോകാന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇത് മരണത്തിന്റെ ഭയം അല്ല ഇവിടെ പ്രാർത്ഥന. മരണം വന്നാലൊന്നും എനിക്ക് ഭയമില്ല. എന്റെ ഭയം എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. പക്ഷേ അവിടത്തേക്കൊക്കെ ഞാൻ പറന്നെത്താം മനസ്സുകൊണ്ട്, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്കൊരു ചെറിയൊരു കുഴപ്പം, ചിലപ്പോ എന്റെ സൗണ്ട് പുറത്തു വന്നു എന്ന് വരില്ല. ഇത് രസകരമാണെന്ന് ആലോചിച്ചു അല്ലെ. അതിന് മുമ്പ് ഉള്ള ഞാൻ പറഞ്ഞല്ലോ ശ്ലോകം, ഔഷധം വേണമെന്നൊക്കെ പറയുന്നുണ്ട്.
അത് അതെ. ആ, ദിവ്യാഔഷധം കുടിപ്പിക്കാൻ സാധിക്കണം, കൃഷ്ണനാമമാവുന്ന ഔഷധം കുടിപ്പിക്കാൻ സാധിക്കണം എന്നൊക്കെയാണ്. പോരെ? ഒന്നുകൂടി ചൊല്ലാം. ഒന്നുകൂടെ ചൊല്ലു. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്യൈവ മേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാതപിത്തൈ കണ്ഠാവരോധനവിധൗ ശരണം സ്മരണം കുതസ്തേ. സ്മരണമായാലും ശരണമായാലും ഒക്കെ ശരിയാണ്. ശരണം എന്നാ വായിൽ വന്ന്. അന്ത്യനിമിഷം വരെ കാത്തിരിക്കാൻ വയ്യ. ഞാൻ മനസ്സും നാവും തലയും കൈയും ശരീരവും ആത്മാവും ഒക്കെ ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാത്ത അവസ്ഥയിൽ ചൊല്ലാൻ സാധിക്കില്ലെങ്കിൽ അത് അങ്ങേക്ക് അർപ്പിക്കുന്നു എന്ന് പറയുന്നു. നല്ല നല്ല ശ്ലോകമാണ്. ശ്രീ വല്ലഭേതി വരദേതി എന്താണ് തുടക്കം എൻ്റെ ഓർമ്മ. ദയാപരേതി, അതെ, ഭക്തപ്രിയേതി, അങ്ങനെയാണ് തുടങ്ങുന്നത്. വല്ലഭനെയും വരദനെയും ദയാപരനെയും ഭക്തപ്രിയനെയും ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ശ്ലോകങ്ങൾ ഓരോന്നായിട്ട് എടുക്കാം. അധികാരം ചെയ്യാത്തതായിരിക്കും തോന്നുന്നു എനിക്ക് കുന്തമാല. പോരെ?